തെളിവ് സഹിതം നിരവധി വിമർശനങ്ങളും ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും അടങ്ങിയതായിരുന്നു ആ വാർത്താ സമ്മേളനം. യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK ഫിറോസ് ഇതേക്കുറിച്ച് മറുപടി പറയേണ്ടതായി വരും എന്നുള്ളത് കൂടിയാണ്. ഖുർആൻ ഉയർത്തി വെല്ലുവിളിക്കുകയായിരുന്നു PK ഫിറോസിനെ KT ജലീൽ. നേരത്തെ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ബന്ധു നിയമന വിവാദവുമായി ബന്ധപ്പെട്ട അന്നത്തെ ലോകായുക്ത വിധി എന്ന് പറയുന്നത് അത് ജസ്റ്റിസ് സിറിയക് ജോസഫിനെ സ്വാധീനിച്ചു നേടിയതാണ് എന്നതുപോലുള്ള ഗുരുതര വിമർശനങ്ങൾ മുൻപും അദ്ദേഹം അത് സൂചിപ്പിച്ചിരുന്നു. അത് ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ മുൻപും ഇക്കാര്യങ്ങളിൽ പല വെളിപ്പെടുത്തൽ നടത്തിയിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു മാനനഷ്ട കേസ് പോലും കൊടുക്കാൻ തുനിയാതിരുന്ന ആളുകളെ തുറന്നുകാട്ടിയും അത് വിശദീകരിച്ചും ഒക്കെ കൂടിയാണ് ഇപ്പോൾ PK ഫിറോസ് അടക്കമുള്ളവരുടെ നടപടികളുമായി ബന്ധപ്പെട്ടിപ്പോൾ KT ജലീൽ സംസാരിച്ചത് എന്നതുകൂടിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതുകൂടിയുണ്ട്. അതേക്കുറിച്ചൊക്കെ ഇനി വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം വന്നു ചേരുകയാണ് യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി PK ഫിറോസിനും അതുപോലെ മുസ്ലിം ലീഗ് നേതൃത്വത്തിനും എന്നതുകൂടിയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഒരു ഗൾഫിലെ ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജരായി PK ഫിറോസ് പ്രവർത്തിക്കുന്ന വിധത്തിൽ രേഖകളുണ്ടാക്കി മാസം 5 ലക്ഷത്തോളം രൂപ മാസ ശമ്പളം വാങ്ങുന്നു എന്നാണ് KT ജലീൽ ആരോപിച്ചത്. ഗൾഫിലെ ഒരു കമ്പനിയാണ്. കേരളത്തിൽ പൂർണ്ണസമയം പൊതുപ്രവർത്തകനായി നിലകൊള്ളുന്ന യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK ഫിറോസ് എങ്ങനെയാണ് ഗൾഫിലെ ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജരായി പ്രവർത്തിക്കുന്നത്? എന്തുതരം സെയിൽസാണ് നടത്തുന്നത് ഈ മാനേജർ എന്ന് ചോദിക്കുന്നുണ്ട്. 5 ലക്ഷത്തോളം രൂപ ആ വിധത്തിൽ കൈപ്പറ്റുന്നത് മറച്ചുവെച്ചു എന്ന വിഷയം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് 21/3/24 മുതൽ ഈ വിധം PK ഫിറോസ് സാലറി വാങ്ങുന്നു എന്നാണ് KT ജലീൽ ആരോപിക്കുന്നത്. 23/26 വരെയാണ് കരാർ എന്നുകൂടി അതിൽ പറയുന്നു. അതായത് 2 വർഷക്കാലത്തോളം നീണ്ടുന്ന 2 വർഷത്തെ കരാർ കാലാവധിയിൽ പ്രതിമാസം 5 ലക്ഷത്തോളം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു ജോലി PK ഫിറോസ് ചെയ്യുന്നു എന്ന് രേഖയുണ്ടാക്കിയിരിക്കുന്നു. പണം വരുന്നു എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. PK ഫിറോസ് ഇതേക്കുറിച്ച് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്ന് പറയേണ്ടത്. KT സ്വാലിഹ് കൂടി ചേരുകയാണ്. സ്വാലിഹ്, വളരെ വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകളല്ലേ KT ജലീലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? അതായത് യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK ഫിറോസ് പൂർണ്ണസമയം നമ്മൾക്കൊക്കെ മുമ്പിൽ, കേരളത്തിന് മുമ്പിൽ രാഷ്ട്രീയ നേതാവാണ്, യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, ഇതിനിടയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റയാളാണ്, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ KT ജലീൽ എന്താണ് പറയുന്നത്? ഗൾഫിലെ ഒരു കമ്പനിയിലെ സെയിൽസ് മാനേജറാണ്, അങ്ങനെ 5 ലക്ഷം രൂപ പണം വാങ്ങുന്നു മാസം തോറും PK ഫിറോസ് വാങ്ങുന്നു എന്ന് KT ജലീൽ പറഞ്ഞാൽ അത് അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുന്നതാണ്. ശരത്, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയിലെ UAE കമ്പനിയുടെ വിവരങ്ങൾ ഉൾപ്പെടെയാണ് അദ്ദേഹത്തിന്റെ തൊഴിൽ വ്യാജ ID കാർഡ് ഉൾപ്പെടെ ഉയർത്തിക്കാണിച്ചാണ് KT ജലീൽ വാർത്താ സമ്മേളനം നടത്തിയത്. 5.5 ലക്ഷത്തോളം ഇന്ത്യൻ രൂപ മാസം ശമ്പളമായി അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ, താനൂരിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ കാണിച്ച സ്വത്ത് വിവരങ്ങളുടെ രേഖകളും അദ്ദേഹം ഉയർത്തിക്കാണിച്ചു. അതുപോലെ തന്നെ യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ ധോത്തി ചലഞ്ച്, മുണ്ടുമായാണ് ജലീൽ വാർത്താ സമ്മേളനത്തിലെത്തിയത്. അതിന് സാധാരണ കടകളിൽ നൽകുന്ന രൂപയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അതിന് കാണിച്ച വിലയുമെല്ലാം വ്യത്യസ്തമായി തന്നെ കാണിച്ച ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് അദ്ദേഹം. രണ്ട് കേസാണ്. നമുക്ക് ഇത് കൂട്ടിക്കുഴയ്ക്കാതെ തന്നെ വ്യത്യസ്തമായി കണ്ടുപോകേണ്ടതാണ്. ഈ മുണ്ട് ചലഞ്ചിലേക്ക് നമുക്ക് രണ്ടാമത് വരാം. സ്വാലിഹ്, അതൊന്ന് ഓർത്തു വെക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഗൾഫിലെ ഒരു കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറായി, സെയിൽസ് മാനേജറായി പ്രവർത്തിക്കുന്നു. ആ ഇനത്തിൽ 5 ലക്ഷം രൂപ വീതം പ്രതിമാസം കൈപ്പറ്റുന്നു എന്നാണ് KT ജലീൽ ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത്.